സംവരണ ആനുകൂല്യം ലഭിക്കാത്ത മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് വീടുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 2,00,000 രൂപ വരെ ലഭിക്കുന്ന സമുന്നതി എന്ന പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇതിനുള്ള അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 28/4/2023 വൈകുന്നേരം 5 മണി വരെയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും ഒന്നൊന്നായി വിവരിക്കുന്നുണ്ട്. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ് ഭവന സമുന്നതി എന്ന പേരിലുള്ള ഈ പദ്ധതിക്ക് വേണ്ടി 2022-2023 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ജീർണാവസ്ഥയിലുള്ള ഭവനങ്ങളുടെയും അഗ്രഹാരങ്ങളുടെയും പുനരുദ്ധാരണമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇതിന് അപേക്ഷിക്കുന്നവർ കേരള സംസ്ഥാനത്തിലെ സംവരണ ഇതര വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സംവരണേതര വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം. ഇതിനായി വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ് എന്നിവ തെളിവായി നൽകാവുന്നതാണ്. വീടുകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിലേക്കായി 2022-23 സാമ്പത്തിക വർഷത്തിലെ വീട്ടുകരം അടച്ച രസീതോ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. വീട് അപേക്ഷകൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ പേരിലായിരിക്കണം. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക ഉൾപ്പെടുന്ന റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത്. പുനരുദ്ധാരണത്തിന് അപേക്ഷ നൽകുന്ന വീട്ടുടമസ്ഥർ നിലവിൽ അതാത് വീടുകളിലെ സ്ഥിര താമസക്കാരായിരിക്കണം. ഇത് സംബന്ധിച്ച് നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭവന പദ്ധതികളുടെ ഗുണഭോക്താവായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർ അപേക്ഷ സമർപ്പിക്കുവാൻ അർഹരായിരിക്കുന്നതല്ല. അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പേരിലുള്ള കുടുംബ വാർഷിക വരുമാനം 4,00,000 രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിക്കുകയും അപേക്ഷയോടൊപ്പം നിർബന്ധമായും രേഖകൾ ഉൾപ്പെടുത്തുകയും വേണം. സർക്കാരിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് അപേക്ഷകർക്ക് ധനസഹായം നൽകുന്നത്. 4,00,000 രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരും മുൻഗണന AAOI അന്ത്യോദയ അന്നയോജന സ്കീമിൽപ്പെട്ട റേഷൻ കാർഡുള്ളവരും മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്കും ഇതിനായി അപേക്ഷിക്കാം. നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ ഏറ്റവും കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർ, സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന നൽകിയാണ് ഇതിനുള്ള പട്ടിക തയ്യാറാക്കുന്നത്. ഒരേ വരുമാനമുള്ളവർക്കുണ്ടെങ്കിൽ ഇനി പറയുന്ന കുടുംബങ്ങൾക്ക് മുൻഗണന ലഭിക്കും. അത് വിധവ അല്ലെങ്കിൽ അവിവാഹിത അല്ലെങ്കിൽ വിവാഹബന്ധം വേർപിരിഞ്ഞ ഒറ്റപ്പെട്ട സ്ത്രീകൾ, ഗ്രഹനാഥയായ കുടുംബം എന്നിവർക്കും ഭിന്നശേഷി അംഗമുള്ള കുടുംബത്തിനും മാരക രോഗം ബാധിച്ച അംഗങ്ങളുള്ള കുടുംബത്തിനും മുൻഗണന ലഭിക്കും. ഇതിനായുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കണം. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട അപേക്ഷകരുടെ വാസസ്ഥലം കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ സെലക്ഷൻ കമ്മിറ്റി നേരിട്ട് സന്ദർശിച്ചിട്ടാണ് ഇതിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, കോർപ്പറേഷൻ നിയോഗിക്കുന്ന എഞ്ചിനീയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കും. ഇത് സംബന്ധിച്ച് പുനരുദ്ധാരണത്തിന് ആവശ്യമായ തുക ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് ധനസഹായം നൽകുകയും ചെയ്യും. പുനരുദ്ധാരണത്തിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് തുക കോർപ്പറേഷൻ അനുവദിക്കുകയുള്ളൂ. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും വ്യവസ്ഥയുണ്ട്. ഈ ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാന വിവരം ഇതിനുള്ള അപേക്ഷകൾ നൽകേണ്ട മേൽവിലാസമാണ്.
ഈ മേൽവിലാസം ഇനി ഞാൻ പറയുന്നു, അത് നിങ്ങൾ കുറിച്ചു വയ്ക്കുകയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ പകർത്തി എഴുതുകയോ വേണം. ഇത് മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ, L2 കുലീന, TC 23 27 72, ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കാനുള്ളത്. അപേക്ഷ നിങ്ങൾക്ക് നേരിട്ട് ഈ ഓഫീസിൽ കൊടുക്കുകയോ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ സാധാരണ പോസ്റ്റായിട്ടോ നിങ്ങൾക്ക് അയക്കാം. അയക്കുന്ന കവറിന് മുകളിൽ ഭവന സമുന്നതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് എഴുതാൻ മറന്നു പോകാതിരിക്കുക. അപേക്ഷയോടൊപ്പം നിങ്ങൾ വെക്കേണ്ട രേഖകൾ: 1 റേഷൻ കാർഡിൻ്റെ 1-2 പേജുകളുടെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജാതി തെളിയിക്കുന്ന രേഖ, വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, SSLC ബുക്കിൻ്റെ ജാതി രേഖപ്പെടുത്തിയ പേജ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും, വേറെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല. ആധാർ കാർഡിൻ്റെ പകർപ്പ്, വീട്ടുകരം അടച്ച രസീത്, വസ്തുക്കരം അടച്ച രസീത്, അതായത് നിങ്ങൾ കോർപ്പറേഷനിലും വില്ലേജ് ഓഫീസിലും അടയ്ക്കേണ്ട 2 നികുതികൾ അടച്ചതിൻ്റെ രസീതും അപേക്ഷകൻ്റെ പേരിലുള്ള പാസ്ബുക്കിൻ്റെ പകർപ്പുമാണ് നിങ്ങൾ അയക്കാൻ ഉള്ളത്. പ്രത്യേകിച്ച് ഓർക്കുക, ഇതിലുള്ള അവസാന തീയതി 28/4/2023 ആയിരിക്കും. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന ചാനലാണ് A+ ട്യൂബ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി.